ഹലോ. അപ്പോ സത്യം പറഞ്ഞ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഒരു പരീക്ഷണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണല്ലേ. അതിപ്പോ ഒരു കുക്കിങ്ങിലാണെങ്കിലും ശരി, എന്തിലും നമ്മളൊരു പരീക്ഷണം ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പരീക്ഷണം സക്സസ് ആയാലോ സന്തോഷാണ്. അപ്പോ ഈ തവണ എന്താ ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ കുക്കിങ്ങിൽ എന്തെങ്കിലും പരീക്ഷണം ചെയ്തോന്നോ? അല്ല കേട്ടോ, കുക്കിങ്ങിലെ പരീക്ഷണമല്ല, ഞാൻ കൃഷിയിൽ ഒരു പരീക്ഷണം ചെയ്തു. അപ്പൊ അത് വിജയിച്ചതിന്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഇത്. എന്താണ് ആ പരീക്ഷണം എന്നല്ലേ കാണിച്ചു. ഇതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ കുക്കുംബർ സെറ്റ് കേട്ടോ. അപ്പോ കുക്കുംബർ തൈയിൽ നിന്ന് ഒരു തൈയിൽ നിന്ന് വേറൊരു തൈയിലേക്കുള്ള അകലം 40 സെന്റിമീറ്റർ എങ്കിലും വേണമെന്നാ പറയാ. അപ്പൊ ഈ 40 സെന്റിമീറ്ററിന്റെ ഇടയിൽ ഞാൻ കുട്ടി കുട്ടി ചീരത്തൈകൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയാ കിട്ടി, പോയാ പോയിന്ന പോലെ. അപ്പൊ ഇതാണ് കേട്ടോ പരീക്ഷണം. സാധാരണ നമ്മള് കുക്കുംബർ മാത്രമാണ് ഓരോരോ വാനായിട്ട് വെക്കുക. കുക്കുംബർ സെപ്പറേറ്റ്, ചീര സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും വെക്കാറുള്ളത് അല്ലെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കുക്കുംബറിന്റെ തോട്ടാട്ടോ ആ ഇരിക്കുന്നത്. അവിടെ നമ്മള് എല്ലാ ഹാർവെസ്റ്റും കഴിഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന പരിവാണ്. ഇതാണ് നമ്മളുടെ പുതിയ സെറ്റ് കുക്കുംബറിന്റെ. അപ്പൊ ഈ സെറ്റ് ഇടുന്നതിന്റെ ഒപ്പം തന്നെ ഞാനൊരു 3 വാനം സെലക്ട് ചെയ്തിട്ട് അവിടെ ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. ഇതിന്റെ ഒപ്പം നമുക്ക് ചീര വെച്ച എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ചെലവിൽ തന്നെ 2 തരത്തിലുള്ള പച്ചക്കറി കിട്ടും. കുക്കുംബറും ചീര. ഒരു വെടിക്ക് 2 പക്ഷി. അതെ, ഒരു വെടിക്ക് 2 പക്ഷി. ഞാനപ്പം ആക്ച്വലി വെച്ചപ്പോ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ചീര വെക്കുമ്പത്തേനും ഇപ്പൊ കുക്കുംബറിന് കറക്റ്റ് വളരാനുള്ള സ്പേസ് ഉണ്ടാവോ, അതിന്റെ വേരിന് കറക്റ്റ് ആയിട്ട് അത് പടരാൻ പറ്റുവോ, പിന്നെ ചീര ചിലപ്പോ ചില സമയത്ത് ഈ ചോല ഉണ്ടാവുമ്പോ ചിലപ്പോ ചീര വളരത്തില്ല. അപ്പൊ ചീര വളരുവോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടിയാ കിട്ടി, പോയാ പോയി. കിട്ടിയാ 3 വാനം, പോയാ 3 വാനം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വെച്ചത് കേട്ടോ. തുടരുന്നതാണ് വിജയിച്ചതിന്റെ പേരിൽ പരീക്ഷണം ഇനിയും തുടരും. അതെ, അപ്പൊ സംഭവം സക്സസ് ആണ്. അപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ രീരിക്കുട്ടനാണ്. രീരിക്കുട്ട, അപ്പൊ നമ്മുടെ കുക്കുംബർ ചെടിയൊക്കെ ഏകദേശം ആയി തുടങ്ങി കേട്ടോ. ഒരു വാനത്തിൽ ഞാൻ അവിടെ ഇട്ട് ഇങ്ങനെ കുക്കുംബറും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ വെച്ചിട്ട് പോകുന്നുള്ളൂ. കംപ്ലീറ്റ് ക്രെഡിറ്റ് ഉണ്ട് രീരിക്കുട്ടനാണ് കേട്ടോ. കാരണം ഇതിനെ സംരക്ഷിക്കുകയും ഇതിനെ വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ രീരിക്കുട്ടനാണ്. ഒരു വാരം വന്ന് മഴ വന്ന് അത് അവന് ഓരോ ദിവസവും കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കും, നൈറ്റ് മഴ വീണേ ദൈവമേ, നൈറ്റ് മഴ വീണേന്ന്. അതവൻ പിറ്റേ ദിവസം അവന് വെള്ളം അടിക്കണ്ടല്ലോ ചെടിക്ക്. ഒരു ദിവസം കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ആയി. ഇന്ന പ്ലേ പണിക്കോங்க. ഇന്ന മഴ വരണോന്ന്. ഇന്ന് മഴ വരണോ? വേണ്ട, ഇന്ന് നീ മഴ വരണ്ട. നീ നാളെ വെള്ളം അടിക്ക്. വന്നാ ശരി. അപ്പൊ നമുക്കെന്നാ ഹാർവെസ്റ്റ് തുടങ്ങിയാലോ? എന്താണ് രീരിക്കുട്ടിന് സന്തോഷമായ? ഭയങ്കര ഹാപ്പി. പ്ലാൻ സക്സസ് ആയല്ലേ. അത് ഇത് ഫസ്റ്റ് വരുംന്ന് யாரும் എക്സ്പെക്ട് ചെയ്തില്ല. ഫസ്റ്റ് വന്നിട്ടില്ല, ரொம்ப കുഞ്ഞുകളായിട്ട്. പിന്നെ പെട്ടെന്ന് മുളച്ചു വന്ന്. ആദ്യം കുറച്ച് ദിവസം ഉണ്ടല്ലോ ചെറുതുങ്ങളായിട്ട് തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് ഒരു 2 ദിവസം കൊണ്ടല്ലേ പെട്ടെന്ന് ഇങ്ങനെ വളരാൻ തുടങ്ങി. ആദ്യം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചേടാ സംഭവം പാളിയിട്ടുണ്ട് എന്ന് വിചാരിച്ച്. പക്ഷെ സംഭവം പാളില്ല. എന്താ ഇരിക്കട്ടെ, ഞങ്ങളുടെ ഗുരു ഷോക്കായി കണ്ടിട്ട് എന്തുകൊണ്ടാ കാണിച്ചു വെച്ചിരിക്കണേന്ന്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കമോ. അയ്യോ, നമ്മളൊരു 2-3 എണ്ണം ഒരു കുഴിയിലാക്കിയിട്ടാണ് നമ്മൾ വെച്ചത്. നന്നായിട്ട് വളർന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഓരോന്നായിട്ട് പറിച്ചു തുടങ്ങാം. ഞാൻ എടുക്കണോ? ഞാൻ തന്നെ എടുക്കുന്നു. നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ചീര. ഇത് കണ്ടോ, ഇത്ര ആയിട്ടുണ്ട്. ഇലയുടെ സൈസ് കാണിക്കണോ? കാണിച്ചറ കണ്ടോ. ഏലപ്പഴ മാലി. അപ്പൊ ആദ്യത്തെ വാനത്തിന്റെ കഴിഞ്ഞു. നമുക്ക് 2ാമത്തെ വാനത്തിലേക്ക് കടക്കാം കേട്ടോ.
അമ്മ ഈ സൈഡ് ഏത് സൈഡ് എടുക്കുന്നുണ്ട്? ഞാൻ ഈ സൈഡ് എടുക്കാം. അപ്പൊ ഞാൻ ഈ സൈഡ് എടുക്കാം. അപ്പൊ രണ്ടാമത്തെ വാനവും തീർന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ വാനത്തിലേക്ക് പോകാവേ. കുക്കുംബർ കാണിക്കണോ? അപ്പൊ നമ്മുടെ രീതിക്കൂട്ടം പറഞ്ഞു കുക്കുംബർ കാണിക്കണോക്ക, കുക്കുംബർ കാണിക്കണോന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്നാ ആയിട്ടുള്ളത് കാണിക്കാം അല്ലേടാ? കാണിக்கலாம். നമ്മുടെ കുക്കുംബർ കുഞ്ഞുങ്ങളൊക്കെ താഴെ കിടക്കുന്നു. അയ്യോ, നമുക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഒക്കെ താഴെ കിടന്നാൽ ശരിയാവത്തില്ല. ഓക്കെ, ദേ ഇവിടെ ഒരാളെ കണ്ടോ? ടൊണ്ടേ, ദേ ഇവിടെ ആയിട്ടുണ്ട്. കണ്ടോ? അതുപോലെ ഇങ്ങോട്ട് വാ, ഇവിടെയൊക്കെ വന്നു തുടങ്ങി. ഇവിടെ വന്നു തുടങ്ങി. ഇതെന്നാടാ ഇത്? പൊട്ടുവെള്ളരിയോ? നീ പുഴുങ്ങി തിന്നു. ഇത് കണ്ടില്ലേ നീ ഇത്രയും വലുതായത്? ഇത് നമ്മുടെ വീട്ടിലേക്ക് എടുക്കാല്ലേടാ? ഈ വലിയ, അതായത് കുറച്ച് സൈസ് കൂടുതലുള്ള കുക്കുംബറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പച്ചടി വെക്കാനും അതുപോലെ തന്നെ തോരനൊക്കെ വെക്കാൻ ബെസ്റ്റ് ആണ് കേട്ടോ. ചെറിയ മീഡിയം സൈസ് ഒക്കെ നമുക്ക് സാലഡിന് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് വലുതായാലും നല്ലത് തന്നെയാണ്. അയ്യോ വലുതായി പോയല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ചോദിച്ച് വാങ്ങിച്ചിട്ട് പോകാൻ ആൾക്കാരുണ്ട് അല്ലേടാ തീരിക്കുട്ടാ? ഓഡിയൻസ് ചീര പറിച്ചു കഴിഞ്ഞപ്പോ തന്നെ വാങ്ങിക്കൊണ്ട് പോകാൻ നമ്മുടെ ഫാമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കെട്ടായിട്ടാട്ടോ നമ്മൾ കൊടുക്കുക. ഈ ചീരയുടെ പേര് ബ്ലാത്താങ്കര എന്ന് പറയും കേട്ടോ. നമ്മൾ പണ്ടും കൃഷി ചെയ്തിട്ടുള്ളത് ഈ സെയിം ബ്ലാത്താങ്കര ചീര തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ പച്ചക്കറികള് നല്ല ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വന്ന് വാങ്ങിക്കൊണ്ടു പോകാൻ ആൾക്കാരുണ്ട് കേട്ടോ. താങ്ക് യു. വീരിക്കുട്ടൻ അങ്ങനെ കട സെറ്റപ്പ് ഒക്കെ ചെയ്തു തുടങ്ങി. ടേബിൾ വെച്ചു, വേവിങ് മെഷീൻ വെച്ചു, പിന്നെ ദാ കുട സെറ്റപ്പ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവൻ ചീര എടുക്കാൻ വേണ്ടി പോയേക്കുവാണേ. അങ്ങനെ ദാ ചീരയും കൊണ്ടുവന്ന് വെച്ചു. ഡൺ. വെക്കേണ്ട താമസം കേട്ടോ, പെട്ടെന്ന് പടേന്നും പറഞ്ഞാൽ നമ്മുടെ ചീര വിറ്റ് പോയത് കേട്ടോ. സത്യം പറഞ്ഞ ഇതൊക്കെ കാശിനെക്കാട്ടി ഉപരി ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.